ഞാനതൊന്ന് കൃത്യമാക്കി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഈ ബൈത്ത് നമ്മൾ ചൊല്ലിപ്പോന്നപ്പോൾ ആ ബൈത്ത് ഷിയാക്കളുടെ ബൈത്താണ് എന്ന് ഈയിടെ ഒരാൾ പറയുന്ന പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക. നമ്മൾ ഇടപെട്ട വിഷയങ്ങളിൽ എത്ര കൃത്യമാണ് നമ്മുടെ ഇടപെടലുകളെന്ന് ഇന്ന് ആ വാദം നമ്മൾ എന്താണോ പറഞ്ഞത് അത് ആളുകൾ വിളിച്ചു പറയുകയാണ്, ഉസ്താദുമാര് തന്നെയും. അതാണ് നമ്മുടെ പ്രമേയമെന്നതിന് ഇതു തന്നെ സാക്ഷി. അതുപോലെ തന്നെ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആത്മഹത്യാപരമായ പോക്കാണ് കൂഫയിലേക്ക് പോയത് എന്നൊരാൾ പ്രസംഗിച്ചു. നമ്മളത് ശരിയല്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയേണ്ടതല്ലേ? ആരാ ഹുസൈൻ? ഹുസൈനാർ എങ്ങനെയാ പോകുന്നത്? ആരാ നിർദ്ദേശത്തിലാണ്? ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹബീബായ തങ്ങൾ അങ്ങനെ നിർദ്ദേശത്തിൽ പോകുമ്പോൾ പിന്നെ ആ പോക്കിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമെന്ന് പറഞ്ഞാൽ അതത്ര അപകടകരമാണ്. അപ്പൊ ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ. നമ്മൾ ചൊല്ലിയ ആ ബൈത്തിനെ സംബന്ധിച്ചുള്ള ഒരു മുസ്ലിയാരുടെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചെങ്കൊന്നത് അറിയില്ല, നല്ല സുന്യമാണ്. പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് ശേഷം ഫാത്തിയൊക്കെ ഓതിയിട്ട് അവസാനം കിടക്കുന്നതിന് മുമ്പ് ചില അൽ മുസ്തഫ വൽ മുർത്തദ വബ്നാഹുമാ വൽ ഫാത്തിമ, ഇത് 5 വട്ടം ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. അതിനെന്താ കേട്? നല്ല തന്നെയല്ലേ? അല്ല, നല്ലതല്ല. എന്തുകൊണ്ട്? ഈ 5 ആളേ ഉള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുർത്തദ അലി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതിന് മുമ്പുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി, ഒന്നുമില്ല. അതെന്നെ ചെയ്യാണെന്നുള്ളതിന്റെ തെളിവ്. എന്താ അദ്ദേഹം പറഞ്ഞ്? ഈ അടുത്ത നാട്ടുകാരനാണ്, ഫൈസിയാണ്. അയാൾ എന്താ പറയുന്നത്? ലീ ഖംസത്തുൻ എന്ന ബൈത്ത് അത് ഷിയാക്കളുടെ ബൈത്താണ്. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ ചെല്ലുന്ന ബൈത്തല്ലേ അത്? മാത്രല്ല, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പാടിത്തന്നത് എവിടുന്ന? കൻസുൽ ഇബാദ, പാറന്നൂര് PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, മർക്കസ് കോംപ്ലക്സ് കോഴിക്കോട്, SMA പബ്ലിക്കേഷൻസ്. ഇത് മൗലിദ് ആളുകൾക്ക് വേണ്ടി ഓതാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിലുണ്ട് ആ ബൈത്ത്. ആ ബൈത്ത് നമ്മളൊക്കെ ചൊല്ലുന്നതുമാണ്. അതിലെവിടെ സുദ്ദീഖ് തങ്ങൾ എന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നത് എന്താ? അത് ഷിയാക്കളെ ബൈത്താണ്, അത് ചൊല്ലാൻ പാടില്ല. കൊണ്ടോട്ടിയിലൊക്കെ നമ്മൾ പരിപാടി നടത്തിയപ്പോൾ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു, എല്ലാരോടും പറഞ്ഞു, എന്ത്? ഈ പറഞ്ഞത് ശരിയല്ല, ഷിയാ ഫൈസിയുടെ വാദം തെറ്റാണ്. ഇത് നമ്മൾ പറഞ്ഞപ്പോ പലരും പറഞ്ഞു, ഓ നിങ്ങൾക്ക് അയാളോട് എന്തോ ഒരു ദേഷ്യമുണ്ടോ, അയാളെ തന്നെ പിടികൂടണ്, അയാൾ ഞങ്ങളെ മലപ്പുറം മഅ്ദിനിലെ മുദരിസ് കൂടിയാണ്. നമ്മൾ പറഞ്ഞു ഞങ്ങൾ ആരാന്ന് നോക്കിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താ? ആ ബൈത്ത് നമ്മളൊക്കെ ചെല്ലണ ബൈത്താണ്. നമ്മളെ വീടുകളിലൊക്കെ നമ്മളെ ഉമ്മാമമാര് ചൊല്ലി വന്നതാണ്. അത് ഷിയാക്കളെ ബൈത്താന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഷിയാക്കളായില്ലേ? ഇന്നലെ പദ നമ്മൾ പറഞ്ഞ അതേ വിഷയം ഇദ്ദേഹത്തിന്റെ അതേ സംഘടനയിലെ വേറൊരു സഖാഫി, ബാദിഷാ സഖാഫി, അയാൾ ഇന്നലെ നമ്മൾ പറഞ്ഞ അതേപോലെ പറഞ്ഞിന്. എന്താ അയാൾ പറഞ്ഞിന്? ഈ ബൈത്തൊക്കെ നമ്മൾ പണ്ടേ ചൊല്ലി വരുന്നതാണ്, അതിലിപ്പോൾ എന്താ അത്ര പ്രശ്നം? കൃത്യമായിട്ട് അയാൾ പറഞ്ഞു, ചിലര് ഗൾഫിൽ പോയി കുറെ കാലം നിന്നിങ്ങോട്ട് വരും, എന്താ സുന്നിന്നൊന്നും അറിയൂല, അങ്ങനത്തെ ആൾക്കാർ അതൊക്കെ ഇവിടെ ഒന്ന് പറയാം. അപ്പൊ ഈ ഷിയാ ഫൈസി കുറെ കാലം ഗൾഫിലായിരുന്നല്ലോ, അയാൾ ഇപ്പോൾ വന്ന് ഇവിടെ മുദരിസായതാ. അപ്പൊ അയാളെ തന്നെ നേരിട്ട് പരാമർശിച്ചുകൊണ്ട്, നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ സാവിയത്തു സൂഫിയിലുള്ള ആളൊന്നല്ല അയാള്, അല്ലല്ലോ. അദ്ദേഹം ആ ഭാഗത്ത് പിന്നെ വളരെ പ്രധാനപ്പെട്ട നേതാവായി അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു, അദ്ദേഹം ആ പറഞ്ഞ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇവിടെ അതിലെവിടെ തെറി? അതിലെവരെ നമ്മൾ ആരെ വ്യക്തിപരമായി പറയുന്നൊന്നുമില്ല. ഇനി കേട്ടോളൂ, ബാദിഷാ സഖാഫി അത് കൃത്യമായി പറയുന്നത് കേട്ടോളൂ. എല്ലാവരും ഷിയാക്കളാണോ? അല്ല. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നവരൊന്നും ഷിയാക്കളല്ല. അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നത് ഷിയായിസമല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഖാമിൽ ഹാഷിമിയിൽ നടക്കുന്ന ഹദ്ദാദിൽ
حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة وكذلك صديق وفاروق وعثمان لنا ارفع بهم من الوباء يا رب يا ذا المرحمة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളെ വിളിച്ചു വരുത്തി, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചു വരുത്തി, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും രണ്ടുപേരെയും വിളിച്ചു വരുത്തി. ഒരു പുതപ്പിട്ട് മൂടിക്കൊണ്ട് പറഞ്ഞു, ഹൗലായി അഹ്ലു ബൈത്തി, ഹൗലായി അഹ്ലു ബൈത്തി, ഇതാണ് എന്റെ അഹ്ലു ബൈത്ത്. അതാണ് ആ 5 മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് കൊറോണ പോലെയുള്ള മാറാവ്യാധി പോലെയുള്ള പകർച്ചവ്യാധി പോലെയുള്ള കുഷ്ഠം പോലെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നീ കാക്കണമെന്ന് പഴയ മഹത്തുക്കൾ പാട്ടുപാടിയിട്ടുണ്ട്. അഹ്ലു ബൈത്തിനെ മാത്രം വെച്ചുകൊണ്ട് ഖുലഫാഉൽ അർബഅത്തിനെ നിന്ദിച്ചുകൊണ്ടല്ല ഒരു സുന്നയുടെ പാട്ട്. അതുകൊണ്ടാണ് وكذاك صديق وفاروق وعثمان لنا ارفع بهم من الوباء يا رب يا ذا المرحمة. ഖുലഫാഉൽ അർബഅത്തും ഞങ്ങൾക്ക് ബഹുമാന്യരാണ്, അവർ പോലും അംഗീകരിക്കുന്നതാണ് അഹ്ലു ബൈത്തിന്റെ ശ്രേഷ്ഠത എന്ന് നൂറ്റാണ്ടുകളായി മഹത്തുക്കൾ പാടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശിയായിസമാണെന്ന് പറയുന്ന ആളുകൾ കുറെ കാലം ഗൾഫുകളിൽ കഴിച്ചുകൂട്ടി കിതാബുകൾ കാണാതെ നമ്മിൽ തലയെടുപ്പുള്ള ഉലമാക്കൾ പറയുന്നത് എന്ത് എന്ന് ചിന്തിക്കാതെ സ്വന്തം ശിയായിസം പടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര വ്യക്തമാണ് അയാൾ പറയുന്നത്, എത്ര വ്യക്തമാണ്. ലാസ്റ്റ് ദ്വാരക്കാണ്, അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അയാൾ അവിടെ മുദരിസായി നിർത്തിയിട്ട് പിന്നെ നമ്മൾ ദ്വാരുന്നിട്ട് കാര്യമുണ്ടോ? അയാളെ തൊട്ട് കാക്കണേന്ന് ഞങ്ങളെല്ലാം ദ്വാരിക്കുന്നത്. അപ്പൊ ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വഴിയാണ് മൂപ്പര് പറഞ്ഞത്, വളരെ കൃത്യമാണത്. ലീ ഹംസത്തുൻ എന്ന ബൈത്ത് നമ്മളൊക്കെ ചൊല്ലണം. കാരണം നമുക്ക് കാവലായി അള്ളാഹു തന്നവരാണ്